ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഐറ്റമാണ്. ഇത് ഫെസ്റ്റിവൽസിനൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് 3 ചേരുവകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈസി ആയിട്ടുള്ള ഈ സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ ശർക്കര പാനി ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാനിവിടെ പനഞ്ചക്കരയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ശർക്കരയും യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. ശർക്കരയൊന്ന് ചീവിയതിന് ശേഷം 2 കപ്പ് എടുക്കുക. ഞാനിവിടെ 2 കപ്പ് ശർക്കരയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾക്ക് ഉരുക്കിയെടുക്കാനുള്ളതാണ്. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത സാധാരണ ഗോതമ്പ് പൊടിയാണ്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിൽ തന്നെയാണ് ശർക്കരയും എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. അപ്പം എല്ലാം അതേ ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ 3 ചേരുവകൾ മാത്രം മതി നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട്. ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അണ്ടിപ്പരിപ്പിന് പകരം വേറെ നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. നമ്മൾക്കിനി ശർക്കരയും കൂടി ഉരുക്കിയെടുക്കാനുണ്ട്. ഞാനിവിടെ ശർക്കരയുടെ പൊടി ആയതുകൊണ്ടാണ് ഇപ്പം ഉരുക്കാത്തത്. സാധാരണ ശർക്കരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് തന്നെ മറ്റൊരടുപ്പത്ത് ശർക്കരയും കൂടി ഉരുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പം അണ്ടിപ്പരിപ്പെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച നെയ്യിൽ നിന്ന് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് മാറ്റി വയ്ക്കുന്നുണ്ട്. നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് വറക്കാത്ത സാധാരണ ഗോതമ്പ് പൊടിയാണ്. ഇത് ഇട്ട ഉടനെ തീ നല്ലപോലെ ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് വറുത്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും, 10 മിനിറ്റൊക്കെ ആവും. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരും, അതുപോലെ തന്നെ കളറും കുറച്ച് മാറും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഈ സമയത്ത് തന്നെ ശർക്കര ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ ശർക്കരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇത് ഉരുക്കാനായിട്ട് വെക്കാം. ഇത് ഉരുകി വരുന്ന സമയം കൊണ്ട് തന്നെ ഗോതമ്പ് പൊടിയും കൂടെ ഫ്രൈ ആയി കിട്ടും. അത് തീ കുറച്ചാണ് ഇരിക്കുന്നത്. ഗോതമ്പ് പൊടി ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അത് ഇളക്കാതിരുന്നാൽ കരിഞ്ഞു പോവും. ഇപ്പം ഗോതമ്പെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളറെല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിനി ശർക്കര ഇതിനകത്തോട്ട് അരിച്ചൊഴിക്കാം. ചൂടോടെ തന്നെ ഒഴിക്കാം, അതിൽ കുഴപ്പമില്ല. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് കൈവിടാതെ ഇളക്കുക. അപ്പം ഇത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. തീരെ കട്ടയൊന്നും ഉണ്ടാവത്തില്ല. ഇളക്കിക്കൊണ്ടിരുന്നാൽ കട്ടയെല്ലാം തന്നെ പോയിക്കോളും. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടും. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവായിരിക്കും. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന പോലെ നല്ല കട്ടിയായിട്ട് ഇത് വരത്തില്ല. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നമ്മൾക്കിനി ഒരു കാര്യം കൂടി ബാക്കിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഏലക്കാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇപ്പം ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിനകത്തോട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഏത് തരം പാത്രമായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇത് സ്പൂണിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇതിനകത്ത് ഒരുപാട് നെയ്യുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് സ്പൂൺ വെച്ച് ലെവലാക്കുമ്പോൾ വീണ്ടും നെയ്യ് തേക്കേണ്ട ആവശ്യമില്ല. തീരെ സ്പൂണിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ നട്ട്സ് വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചൂട് ഒന്ന് ആറിയിട്ട് നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ നെയ്യ് തടവിയ പാത്രത്തിലാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇത് തിരിച്ചിടുമ്പോഴും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിനകത്തോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ഒട്ടിപ്പിടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയും കൂടിയാണിത്. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തുനിന്ന് ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതേപോലെ സോഫ്റ്റ് ആയിരിക്കും ഈ ഹൽവ. ഇനി ഇത് വേറെ ഷേപ്പിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. അതായത് കുറച്ചെടുത്തതിന് ശേഷം ഇതേപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. അങ്ങനെയാണെങ്കിലും തീരെ കയ്യിലൊട്ടി പിടിക്കത്തില്ല. ഇപ്പം ഞാനിവിടെ കുറച്ചെണ്ണം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കാം.
ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക. ഈ ഒരു പാകത്തിൽ മുറിച്ചെടുക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കുറച്ച് കട്ടിയായിരിക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണില്ലേ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്